തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും വോട്ടെടുപ്പ് നടക്കുകയാണ്. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായും പശ്ചിമ ബംഗാളിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പുമാണ് ഇന്ന് നടക്കുന്നത്. രണ്ടിടത്തും ഇപ്പോൾ നമ്മൾ കാണുന്നത് വളരെ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. 3 മണിക്കൊക്കെ 70% മുകളിൽ പോളിംഗ് എത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്രത്തോളം വലിയ പെർസെൻറ്റേജ് വരുന്നത് എന്ന് എല്ലാവരും ആശങ്കപ്പെടുന്നുണ്ട് സത്യത്തിൽ. കാരണം SIRന് ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് പോളിംഗ് ഉയരാം. പക്ഷേ ഇത്രത്തോളം ഉയരുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. ജിമ്മി, എന്തെങ്കിലും ദുരൂഹത എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഇല്ല. കേരളത്തിലെ പോളിംഗ് നടന്നപ്പോൾ നമ്മളിതേ കഥ ആലോചന SIRൽ പല വോട്ടുകളും പോയതുകൊണ്ടാണോ എന്നൊക്കെയുള്ള ഇപ്പോഴും ആ ചർച്ച അവസാനിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും കുറേ ഇല്ലാത്ത ആളുകളുടെ വോട്ടുകൾ മാറിപ്പോയാൽ ആ പോളിംഗ് ശതമാനം കൂടും, സ്വാഭാവികമാണ്. പക്ഷേ പശ്ചിമ ബംഗാളിൽ അതല്ലല്ലോ സ്ഥിതി. വാശിക്ക് നടന്ന തെരഞ്ഞെടുപ്പ് പോളിംഗ് ആവാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ സംസേർഗഞ്ച് എന്ന് പറയുന്ന പശ്ചിമ ബംഗാളിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷനുള്ള സ്ഥലം, 91,000 ഏതാണ്ട് 1,00,000-നടുത്ത് വോട്ടാണ് അവിടെ വെട്ടിപ്പോയത്. ഒറ്റ അസംബ്ലി സീറ്റിൽ വളരെ വലിയ പ്രശ്നങ്ങളും പരാതികളും ഉണ്ടായി. ഒന്നും സംഭവിച്ചില്ല. സത്യത്തിൽ പശ്ചിമ ബംഗാളിലെ SIR സംഭവങ്ങൾ അവിടെ നടന്ന അക്രമങ്ങളുടെയും മറ്റും പേരിൽ മുങ്ങിപ്പോയി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇവിടെ ഇരിക്കുന്ന ആളുകൾ അതിൻ്റെ ഗൗരവം വളരെ കാര്യമായി മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത്. നോക്കൂ, ഏതാണ്ട് 50 ലക്ഷത്തിനൊക്കെ മുകളിൽ ആളുകൾ വെട്ടിപ്പോകുന്ന ഒരു വലിയ പ്രോസസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അത് AI സോഫ്റ്റ്വെയർ വരെ ഉപയോഗിച്ചിട്ടാണ് ഈ പാറ്റേൺസ് കണ്ടുപിടിച്ചിട്ട് ആളുകളെ വെട്ടുന്നൊക്കെയുള്ള ആക്ഷേപമൊക്കെ ഉണ്ട്. അപ്പോൾ ആളുകൾ പരാതിയോട്ട് പോകുമ്പോൾ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കൊക്കെ വിഷയം മനസ്സിലായതിനു ശേഷം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ പ്രോസസ്സിനെ നോക്കാൻ ട്രൈബ്യൂണലുകളിൽ വെച്ച ഒരു സംവിധാനമുണ്ട്. 2 ട്രൈബ്യൂണൽ, ഒരു ട്രൈബ്യൂണൽ കോടതി തീർപ്പാൻ, അതിൻ്റെ മുകളിൽ വേറൊരു ട്രൈബ്യൂണൽ, ഇങ്ങനെ വിശദമായി ഇതിൽ മുഴുവൻ സംശയത്തിൻ്റെ മുനകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അവസാനം ഈ നമ്മുടെയൊക്കെ നാട്ടിൽ ഈ SIR നമുക്കിവിടെ നടപ്പായതിനു ശേഷം നമ്മൾ പുതിയ വോട്ടർമാർ ചേർന്ന ഫോം 6 എന്ന് പറഞ്ഞ സംവിധാനം വഴിയാണ്. കേരളത്തിൽ SIRലെ വെട്ടിപ്പോകലിനെ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ കുറവ് വരാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഒരുപാട് വോട്ടുകൾ SIRൽ വെട്ടിപ്പോയെങ്കിലും ഫോം 6 വഴിയുള്ള പുതിയ വോട്ടർമാരെ ചേർക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ വളരെ ശക്തമായ നിലപാടെടുത്തു. പക്ഷേ പശ്ചിമ ബംഗാളിൽ ഫോം 6 പറ്റില്ല. അത് കോടതിയുടെ നിർദ്ദേശമാണ്. ഫോം 6 വെച്ച് പുതിയ വോട്ടർമാരെ ചേർക്കാൻ പറ്റില്ല. പകരം അപ്പലറ്റ് ട്രൈബ്യൂണലുകൾ അപ്രൂവ് ചെയ്താൽ മാത്രമേ ഇത് കൊടുക്കാൻ പറ്റൂ എന്നുള്ളതാണ്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, 2.5 ലക്ഷത്തിലധികം വോട്ടുകൾ, 7 ലക്ഷം വോട്ടുകൾ ഈ പറയുന്ന ഫോം 6 വഴി അപ്പൽ ട്രിബ്യൂണൽ ഇല്ല. പുതിയ ആപ്ലിക്കേഷൻസ്, അതായത് ഫോം 6 വഴി പറ്റില്ല എന്ന് പറഞ്ഞു. അത് ഇലക്ഷൻ കമ്മീഷൻ പക്ഷേ അത് കോടതിയുടെ നിർദ്ദേശമുണ്ട് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് 7 ലക്ഷത്തിന് മുകളിൽ വോട്ടുകളാണ് അപ്പലേറ്റ് ട്രൈബ്യൂണലിൻ്റെ അനുവാദമില്ല ഫോം 6 വഴി പുതുതായി അപ്ലൈ ചെയ്തവർക്ക് കൊടുത്തത്. അപ്പോൾ കോടതി പറഞ്ഞനുസരിച്ചാണെങ്കിൽ അപ്പലേറ്റ് ട്രൈബ്യൂണലുണ്ട്. അപ്പലേറ്റ് ട്രൈബ്യൂണൽ നിങ്ങൾക്ക് പരാതി കൊടുത്താൽ, അപ്പലേറ്റ് ട്രൈബ്യൂണൽ അംഗീകരിച്ചാൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വരാം. പക്ഷേ അപ്പലേറ്റ് ട്രൈബ്യൂണലുകളുടെ കാര്യം അതിദയനീയമായിരുന്നു. മര്യാദയ്ക്ക് പരാതികളൊന്നും തന്നെ പ്രോസസ്സ് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഏറ്റവും പുതിയ പരാതി തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പ് അപ്പലേറ്റ് ട്രൈബ്യൂണലുകൾ ഏതാണ്ട് പ്രവർത്തനം നിർത്തിക്കളഞ്ഞു എന്നൊരു വലിയ ആക്ഷേപമുണ്ട്. അതിൽ 2 വാദമുണ്ട്. ഒന്ന്, അപ്പലേറ്റ് ട്രൈബ്യൂണലുകളൊന്നും താങ്ങാൻ പറ്റുന്നില്ല, ലക്ഷക്കണക്കിന് പരാതികൾ വരുന്നവരാണ്. 2, മനഃപൂർവ്വം നിർത്തിയത് കൊണ്ടാണ്. എന്തായാലും കോടതി പറഞ്ഞത് അപ്പലേറ്റ് ട്രൈബ്യൂണൽ അംഗീകരിച്ചാലേ പുതിയ പേരുകൾ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ ഫോം 6 വഴി തന്നെ പുതിയ പേരുകൾ വന്നു. അപ്പലേറ്റ് ട്രൈബ്യൂണലിലെ പ്രവർത്തനം നിലയ്ക്കുന്നു. ഈ വിഷയം 2 ദിവസം മുമ്പ് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ ഉന്നയിക്കപ്പെട്ടു. അപ്പോൾ പറഞ്ഞത് വാക്കാലുള്ള പരാമർശം പറ്റില്ല. ഇതൊക്കെ സംഭവമൊക്കെ ശരി, വാക്കാലുള്ള പരാമർശമൊന്നും പറ്റില്ല. പുതിയ ഫോം 6 വഴി പുതിയ ആളുകളെ ചേർത്തിട്ടുണ്ട്, അത് വാക്കാൽ പറയാൻ പറ്റില്ല, നിങ്ങൾ ഹർജിയായി തരൂ. അല്ല സാറ്, താങ്കളുടെ ഈ സുപ്രീം കോടതി ബെഞ്ച് ഇത് പറഞ്ഞല്ലോ, ഇത് പറ്റില്ല എന്ന്. അതെങ്ങനെയാണ് പറഞ്ഞത്? അത് വാക്കാലല്ലേ എന്ന മട്ടിൽ വളരെ അബ്സേർഡായിട്ടുള്ള ചില സ്ഥലം അത് പറഞ്ഞതാണ്, അത് അവർക്കറിയാം, അത് വാക്കാലല്ലേ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പിന്നെ അത് അന്ന് എഴുതി വയ്ക്കാൻ പാടില്ലായിരുന്നു. ഇത് അവസാനം ഇത് പോയി ഓർഡറുമായി വരും എന്ന് പറഞ്ഞാൽ, പുതിയ കടലാസുമായി വരുമെന്ന് പറഞ്ഞാൽ കോടതിയിൽ ഇനി എന്നാ പോകുന്നത്? അപ്പോഴത്തേക്ക് ഇലക്ഷനായി. ഇപ്പോൾ പശ്ചിമ ബംഗാൾ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോം 6 വഴി ആളുകൾ ജോയിൻ ചെയ്തത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ കാണുന്നത്? ഫോം 6 വഴി പറ്റില്ല എന്നുള്ളതാണ്. പശ്ചിമ ബംഗാളിൽ പറ്റില്ല, ട്രൈബ്യൂണൽ വഴി പോകണം എന്നുള്ളതാണ് നിർദ്ദേശം. പക്ഷേ അത് കട്ട് ചെയ്തുകൊണ്ടാണ് ഫോം 6 വഴി ആളെ കയറ്റുന്നത്. അപ്പോൾ ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിലാണ് ഇരിക്കുക. ഫോം 6 വഴി കയറുന്നതേ നേരത്തെ വെട്ടിപ്പോയ വോട്ടുകൾ കുറേ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഈ BJP അവരുടെ വോട്ടുകൾ മാത്രം ചേർക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ് എന്നാണ് തമിഴ് TMC പറയുന്നത്, തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് അങ്ങനെ ചെയ്തു എന്നാണ്. ഇതിൻ്റെ പ്രശ്നം അപ്പലേറ്റ് ട്രൈബ്യൂണൽ കോടതിയും ഫോം 6 വഴിയുള്ളത് ഇലക്ഷൻ കമ്മീഷനുമാണ്. ഇത് രണ്ടും തമ്മിലുള്ള സംശയമാണ് ഇതിനകത്തെ പ്രശ്നം.
ഇത് മാത്രമേ ഇപ്പോൾ എന്തായാലും കോടതി ഒരു കാര്യം ചെയ്ത് അപ്പലറ്റ് ട്രൈബ്യൂണലുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന പരാതിയിൽ അടിയന്തരമായി റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് കോടതി. ഇലക്ഷൻ കഴിഞ്ഞു, ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു, ഇനി എപ്പോൾ റിപ്പോർട്ട് എപ്പോൾ വരാനാണ്? അട്ടിമുട്ടി റിഗ്ഡ് ആവേ ഒരു തെരഞ്ഞെടുപ്പാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഞാനീ പറഞ്ഞ ശംഷേർഗഞ്ച് അടക്കമുള്ള ഇവിടെ നമുക്കറിയില്ല, SIR വരും മുഴുവൻ മുസ്ലിം പോക്കറ്റുകളിലെ വോട്ടുകളാണ് വെട്ടിപ്പോകുന്നത്. അതെന്തുകൊണ്ടാണ്? ഇവന്മാർ മുഴുവൻ ബംഗ്ലാദേശിൽ നിന്ന്, എന്താ ഇവിടെ വെസ്റ്റ് ബംഗാൾ മുസ്ലിങ്ങളില്ലേ? അത് ആ പാറ്റേണാണ് നമുക്ക് സംശയം. ഇപ്പോൾ കേരളത്തിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ ഈ പരിപാടി വിജയിച്ചിട്ടില്ല എന്നാണ് നമ്മളിപ്പോൾ കരുതുന്നത്. തമിഴ്നാട്ടിൽ നടന്നിട്ടില്ല. പക്ഷേ അവിടെ പശ്ചിമ ബംഗാളിൽ വളരെ പ്ലാൻഡായിട്ട് വളരെ മുമ്പ് എനിക്ക് തോന്നുന്നു BJPയുടെ ഇത്തവണത്തെ ഒരൊറ്റ ടാർഗറ്റ് പശ്ചിമ ബംഗാളായിരുന്നു. അതുകൊണ്ടാണ് സൗത്ത് ഇന്ത്യയെ കുഴപ്പത്തിലാക്കുന്ന മണ്ഡലം വെട്ടൽ പരിപാടി ഒരു മടിയുമില്ലാതെ ഇലക്ഷൻ ഇടയ്ക്ക് കൊണ്ടുവന്ന് ചെയ്തത്. അത് പരാജയപ്പെടുന്നു. അതെല്ലാം പശ്ചിമ ബംഗാളിനെ ലാക്കാക്കിക്കൊണ്ടാണ്. ഈ നക്സൽ ഏരിയയിൽ പോലും ഇല്ലാത്ത രീതിയിൽ CRPFകളെയും അവരുടെ ടാങ്കുകളും അവരുടെ സംവിധാനങ്ങളും വണ്ടികളും ഒക്കെ ഒന്ന് എന്താ പറയുക ഒരു മിലിറ്ററൈസ്ഡ് സ്റ്റേറ്റ് പോലെ പശ്ചിമ ബംഗാളിലെ മാറ്റി. പശ്ചിമ ബംഗാളിൽ സർക്കാരിന് ബന്ധം തൊടാൻ പോലും ആകാത്ത രീതിയിൽ മുഴുവൻ ഉദ്യോഗസ്ഥരെയും മാറ്റി. എന്താണ് പ്ലാൻ എന്ന് ചോദിച്ചാൽ SIR തുടക്കമാണ്, നമുക്കിനി കണ്ടേ പറ്റൂ. എനിക്ക് വിശ്വാസമില്ല, ഉച്ചയാകുമ്പോഴേക്കും 52% നടന്നു കഴിഞ്ഞു. ചിലപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ വൈകുന്നേരം 5 മണിയാകുമ്പോൾ 61%, പാതിരാത്രിയാകുമ്പം 74% നാണക്കേട് ഇലക്ഷൻ കമ്മീഷൻ മാറിയിട്ടില്ല. ഇനി ചിലപ്പം അതായിരിക്കാം. പക്ഷേ SIRൽ നിയമ പോരാട്ടം തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പക്ഷേ ഇതിനൊക്കെ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഈ യുദ്ധം മുഴുവൻ ചെയ്ത് മമതാ ബാനർജി നേരിട്ട് കോടതിയിൽ ഹാജരായി പോലും വാദിച്ച കേസാണ്. പക്ഷേ BJPയുടെ പ്ലാൻ, കഴിഞ്ഞ തവണ 77 സീറ്റ് നേടിയ BJP 100 സീറ്റ് കടക്കുമെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പുള്ള BJP പശ്ചിമ ബംഗാളിൽ അധികാരത്തിലെത്താനുള്ള ഒരു വലിയ കുറുക്കു വഴിയായി SIRനെ സമീപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സാഹചര്യ തെളിവുകൾ മുഴുവൻ BJPക്ക് എതിരാണ്. ഈ പെർസെൻറ്റേജിൻ്റെ SIRൻ്റെ കാര്യം മാറ്റിവെച്ചാൽ ഈ അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സെനാരിയോ എന്താണ്? പ്രത്യേകിച്ച് ഇപ്പോൾ വടക്കൻ ബംഗാളിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ കഴിഞ്ഞ തവണ BJP കൂടുതൽ നേട്ടം ഉണ്ടാക്കിയൊരു മേഖലയാണ്. തെക്കൻ മേഖലയിലാണ് കൂടുതൽ തൃണമൂൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അപ്പം പ്രത്യേകിച്ച് മുർഷിദാബാദ് അടക്കമുള്ള ന്യൂനപക്ഷ മേഖലയും ഈ തെരഞ്ഞെടുപ്പുണ്ട്. അപ്പം ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ ഈ ഒരു മിലിറ്ററൈസ്ഡ് സ്റ്റേറ്റ് എന്ന രൂപത്തിൽ വലിയ സന്നാഹങ്ങൾ ഒരുക്കുകയും ആളുകളെ പോളിംഗ് ബൂത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യും എന്നാണ് നമ്മളൊക്കെ കരുതിയത്. പക്ഷേ ആളുകളെ അകറ്റുമെന്ന് പ്രതീക്ഷിച്ചെടുത്താണ് വലിയ പോളിംഗ് വരികയും ചെയ്തത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഇല്ല? ഇതിൽ നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ, അവിടെ നിന്നുള്ള രാഷ്ട്രീയ വിശകലനം പരിശോധിച്ചാൽ രാഷ്ട്രീയമായി തൃണമൂൽ കോൺഗ്രസ്സിന് തന്നെയാണ് മേൽക്കൈ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ പ്രധാന മത്സരം BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിലല്ല, തൃണമൂൽ കോൺഗ്രസും ഇലക്ഷൻ കമ്മീഷനും തമ്മിലാണ്. അതാണ് പ്രശ്നം. ഇതിന് ഇനി വേറെ കേസ് വരുമോ എനിക്കറിയില്ല. പ്രധാന മത്സരം തൃണമൂൽ കോൺഗ്രസും ഇലക്ഷൻ കമ്മീഷനും തമ്മിലാണ്. BJP ഒരു സെക്കൻഡറി പ്ലെയർ മാത്രമാണ്, അല്ല ജൂനിയർ പ്ലെയർ മാത്രമാണ്. അപ്പം BJPക്ക് നേട്ടമുണ്ടാകാവുന്ന തരത്തിൽ എന്തെല്ലാം വോട്ടർ പട്ടിക മുതൽ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളിലും ഇലക്ഷൻ കമ്മീഷൻ നീതിരഹിതമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് മനുഷ്യരാണ് വോട്ടർ പട്ടികയിൽ നീക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ ആരാണ്, എന്താണ് അതിൻ്റെ റിയൽ ലൂസർ ആരാണ്, അല്ലെങ്കിൽ ബെനിഫിഷ്യറി ആരാണെന്നൊക്കെ ഉള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ മമതാ ബാനർജി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മമതാ ബാനർജി ഒരു കൺവെൻഷണൽ പൊളിറ്റീഷ്യൻ അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. EDയുടെ ഉദ്യോഗസ്ഥർ അവിടെ അവരുടെ ഇലക്ഷൻ കൺസൾട്ടൻറ്റ് കമ്പനി ഉണ്ടല്ലോ, ഐപാക്കിൻ്റെ ആഫീസിൽ റെയ്ഡിന് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. ഒരു സംസ്ഥാന മുഖ്യമന്ത്രി നേരെ അങ്ങോട്ട് ഇടിച്ച് കയറി വരും, തള്ളി മാറ്റി, സർവ്വ ഉദ്യോഗസ്ഥരെ തള്ളി മാറ്റി വന്നിട്ട് ഒക്കെ വാരിയെടുത്ത് കൊണ്ടോടെ എന്ന് പറഞ്ഞിട്ട് പാർട്ടി പ്രവർത്തകരെ ഏൽപ്പിക്കുകയാണ്. ഇതൊന്നും ഇവന്മാരെ തൊടാൻ സമ്മതിക്കരുതെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഫയലുകളൊക്കെ എടുത്തുകൊണ്ട് പോകണം. ആരാണ് നേതൃത്വം കൊടുക്കുന്നത്? മുഖ്യമന്ത്രി, സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി. നമ്മളെവിടെയും കണ്ടിട്ടുണ്ട് ഇങ്ങനെ. അതാണ് ഞാൻ പറഞ്ഞത്, കളി നിയമങ്ങൾ മാറിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അബ്സോർഡ് പൊളിറ്റിക്സ്, വൃത്തികെട്ട കളിയാണ് നിങ്ങൾ കളിക്കുന്നത്, ഞാനും വൃത്തികെട്ട കളി കളിക്കും. ഇതാണ് മമതയുടെ ലൈൻ. അതിനുശേഷം അവർ വന്നിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മുറിവേറ്റ കടുവ സാധാരണ കടുവയേക്കാൾ അപകടകാരിയായിരിക്കും എന്നാണ് മമതാ ബാനർജി പറഞ്ഞത്. അപ്പോൾ ഇതാണ് BJPയുടെ ഏറ്റവും വലിയൊരു പ്രശ്നവും. എങ്ങനെയാണ് നോക്കൂ, ബംഗാൾ പിടിക്കുക എന്നുള്ളത് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളായി BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമല്ല, RSSൻ്റെ ഒരു കൾച്ചറൽ അജണ്ട കൂടി അതിനകത്തുണ്ട്. കാരണം RSS വിഭാവന ചെയ്യുന്ന അവരുടെ നാഷണലിസം പ്രോജക്റ്റിൽ ആ പ്രോജക്റ്റിലേക്ക് ആ ഫോൾഡിലേക്ക് കയറിയിട്ടില്ലാതെ, ആ ഫോൾഡ് എന്താണ്, ഒരു വേവാത്ത ചേനയിൽ നിൽക്കുന്ന ഇന്ത്യയിലെ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ബംഗാളും തമിഴ്നാടും.
പറഞ്ഞാൽ രാഷ്ട്രീയമായി ബി ജെ പിക്ക് എന്ത് നേട്ടം ഉണ്ടാകുന്നു, ഇത്ര സീറ്റ് കിട്ടുന്നു, ഇതൊന്നും ആർ എസ് എസിന് വലിയ വിഷയമല്ല. അതല്ല അവരുടെ പ്രഥമ വിഷയം. അവരുടെ ഒരു നാഷണലിസ്റ്റ് അജണ്ടയുണ്ട്. ഈ ഏകശിലാത്മകമായിട്ടുള്ള ഒരു ദേശീയത വിഭാവനയാണത്. ആ ഭാവനയ്ക്ക് പുറത്ത് കിടക്കുകയാണ് തമിഴ്നാടും ബംഗാളും. അപ്പോൾ അതിനേക്ക് ഈ പറഞ്ഞ ഇവരുടെ ദേശീയ ഭാവനയിലേക്ക് ബംഗാളിനെ കയറ്റി വെക്കുക എന്നുള്ളതാണ് ആർ എസ് എസിൻ്റെ താല്പര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആർ എസ് എസിൻ്റെ വോളണ്ടിയേഴ്സ്, അവരുടെ കാര്യകർത്താക്കൾ ഫീൽഡിൽ ഓരോ കുഞ്ഞു ഗ്രാമങ്ങളിലും അവർ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രവർത്തകരെ കൂടാതെ അവർ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുറമെ രാഷ്ട്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാര്യകർത്താക്കളെ സെലക്ട് ചെയ്തിട്ട് വർഷങ്ങളായി ബംഗാളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ ഒരു കൾച്ചറൽ എൻജിനീയറിംഗ് ആണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ എൻജിനീയറിംഗ് ബി ജെ പി നടത്തുമ്പോൾ തൃണമൂല തലത്തിൽ കൾച്ചറൽ എൻജിനീയറിംഗ് നടത്തുന്ന പരിപാടിയാണ് ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് രാഷ്ട്രീയ ഫലം കൊയ്യുമെന്ന് അവരെപ്പോഴും പ്രതീക്ഷിക്കുന്നു. അത് നടന്നിട്ടില്ല. ഓക്കെ, അവർ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നുണ്ട്, സീറ്റ് വർദ്ധിപ്പിക്കുന്നുണ്ട്, ഇത്തവണയും സീറ്റ് വർദ്ധിപ്പിക്കും. പക്ഷേ ഇവർ ഈ ചെയ്യുന്ന പണിയുണ്ടല്ലോ, ഈ പണി അത് നമ്മുടെ ബംഗാളി അസ്മിതയ്ക്ക് നേരെ നടക്കുന്ന ആക്രമണമാണെന്നാണ് മമത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബംഗാളികളോട് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ബംഗാളി ദേശീയതയെ അതിനെ ഉദ്ദീപിപ്പിക്കുന്ന തരത്തിൽ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പദ്ധതിയെ അതിനെ തിരിച്ചുവിടുകയാണ്. അതിലൂടെ ഒരു ബംഗാളി അസ്മിത, ഒരു ബംഗാളി ഐഡൻറ്റിറ്റി, അതിൻ്റെ ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കുക, അതിനെ പൊളിറ്റിക്കലി എൻകാഷ് ചെയ്യുക. ഇതിനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ടി എം സിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു നവജനാധിപത്യ പാർട്ടി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ, പൊളിറ്റിക്സ് ഓഫ് മൾട്ടിറ്റ്യൂഡ് എന്നൊരു ജനസഞ്ചയ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന ആ കാറ്റഗറിയിൽ വരുന്ന പാർട്ടിയാണ്. അതിൻ്റെ ഒരു സോഷ്യൽ സ്ട്രക്ചർ ബേസ്, അതിൻ്റെ ഒരു പാറ്റേൺ, ലീഡർഷിപ്പ് പാറ്റേണൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം ഈ സിന്ദൂർ എന്ത് പ്രക്ഷോഭമായിരുന്നു, നന്ദിഗ്രാം സിംഗൂർ പ്രക്ഷോഭത്തിനൊക്കെ പശ്ചാത്തലത്തിലാണല്ലോ ഈ പാർട്ടി വരുന്നതിന്. അപ്പം മഹേശ്വത ദേവിയെ പോലെയുള്ള നോവലിസ്റ്റുകൾ, വലിയ ഓണ്ടർപ്രണേഴ്സായിട്ടുള്ള ആളുകൾ, കലാകാരന്മാർ, നാടകപ്രവർത്തകർ, മുസ്ലിം രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, ദലിത് ന്യൂനപക്ഷ രാഷ്ട്രീയം ബന്ധപ്പെട്ട ആളുകൾ, പഴയ നക്സലൈറ്റുകൾ, ഇങ്ങനെയൊക്കെയുള്ള പല സ്വഭാവത്തിലുള്ള രാഷ്ട്രീയ ഭാവനകൾ കൊണ്ടു നടക്കുന്ന മനുഷ്യരെ ഒരു പ്ലാറ്റ്ഫോമിൽ യോജിപ്പിച്ചുകൊണ്ടുള്ള കൈൻഡ് ഓഫ് റെയിൻബോ പൊളിറ്റിക്സ്, ഒരർത്ഥത്തിലുള്ള മഴവിൽ രാഷ്ട്രീയം എന്നുള്ള നിലക്കാണ് തൃണമൂൽ കോൺഗ്രസ് രൂപപ്പെടുന്നത്. ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിപ്പോഴും അതിനെ നിലനിർത്താൻ പറ്റുന്നുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളെയും, പല അടരുകളിലുള്ള സാമൂഹിക വിഭാഗങ്ങളെ, സാമുദായിക വിഭാഗങ്ങളെ എല്ലാം കോർത്തിണക്കാൻ പറ്റുന്ന, അതിനെല്ലാം ഒരു ബംഗാളി ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിക്കകത്ത് കോർത്തിണക്കിക്കൊണ്ടാണ് ആ രാഷ്ട്രീയം രൂപപ്പെടുന്നത്. ഈ ബംഗാളി ഐഡൻറ്റിറ്റിക്കെതിരായുള്ള കേന്ദ്രത്തിൻ്റെ ആക്രമണം നടക്കുമ്പം അതിനെ കൂടുതൽ കൺസോളിഡേറ്റ് ചെയ്യാൻ, കൂടുതൽ അതിനെ എംപവർ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആസ് എ പൊളിറ്റിക്കൽ ട്രെൻഡ് ഇന്നും ബംഗാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഫോഴ്സ് ആരാന്ന് ചോദിച്ചാൽ അത് തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ്. പക്ഷേ അതിനെ ഈ ഇലക്ഷൻ അരിത്തമാറ്റിക്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ എന്തൊക്കെ കളികളാണ് കളിച്ചിരിക്കുന്നത്, ആ കളിയിൽ അവർ എത്രത്തോളം വിജയിച്ചിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഈ പട്ടികയിൽ കുഴപ്പങ്ങളൊക്കെ ഇരിക്കട്ടെ, ഉള്ള പട്ടിക വെച്ച് മര്യാദകൾ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ അപ്പർ ഹാൻഡ് വിജയം തൃണമൂൽ കോൺഗ്രസിന് തന്നെയായിരിക്കും. നോക്കൂ, ഇതേ പാറ്റേൺ തന്നെയാണ് തമിഴ്നാട്ടിലുള്ളത്. തമിഴ്നാട്ടിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് ഇവരുടെ ഈ നാഷണലിസം പ്രോജക്റ്റിന് പുറത്ത് കിടക്കുന്ന വേറൊരു ഭൂമികയാണത്. അവിടെ സ്റ്റാലിൻ ചെയ്യുന്നത് നോക്കൂ, സ്റ്റാലിൻ്റെ മുന്നണി, ഈ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് അലയൻസ് എന്ന് പറയുന്നത്, തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എന്താണോ അതിൻ്റെ ഒരു തമിഴ് വേർഷനാണ് ഈ അലയൻസ് എന്ന് പറയുന്നത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട, എല്ലാ സ്വഭാവത്തിൽപ്പെട്ട പാർട്ടികളെയും പുള്ളി അതിനകത്ത് കയറ്റിയിരിക്കുന്നത്. കുഞ്ഞു പാർട്ടികളുണ്ട്, ഒരു സീറ്റൊക്കെ കൊടുത്തിട്ട് അവരെ നിർത്തുകയാണ്. അതേസമയം ഇവരാരെയും ഭരണത്തിൽ പാകാക്കുകയില്ല കേട്ടോ. തെരഞ്ഞെടുപ്പിൽ കൂട്ടണി അരശാണ്, പക്ഷേ കൂട്ടണി ഭരണം ഉണ്ടാവില്ല, കൂട്ടണി സർക്കാർ ഉണ്ടാവില്ല, കൂട്ടണി അരശ് മാത്രമേ ഉണ്ടാവില്ല. അത് DMK തന്നെയാണ് ഭരിക്കുന്നത്. കോൺഗ്രസിനും CPM നും CPI ക്കും ലീഗിനും എല്ലാവർക്കും സീറ്റ് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഭരണത്തിൽ അവരൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതേസമയം ആ ഒരു പൊളിറ്റിക്സ് വളരെ ഒരു ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്നുള്ള നിലക്ക് ആ അലയൻസിനെ നിലനിർത്തുന്നതിലും ശക്തിപ്പെടുന്നതിലും സ്റ്റാലിൻ വിജയിച്ചിട്ടുണ്ട്. ഇപ്പോഴും തമിഴ്നാട്ടിലെ ട്രെൻഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാലിൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഇനി സ്റ്റാലിൻ പരാജയപ്പെടുകയാണെന്ന് തന്നെ വിചാരിക്കുക, അവിടെ വിന്നറായിട്ട് ഒരിക്കലും BJP വരുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട് TVK വരികയാണ്. ദാറ്റ്സ് എഗൈൻ ഈ പറയുന്ന BJPയുടെ നാഷണലിസം പ്രൊജക്റ്റിന് പുറത്ത് കിടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് BJPയുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ പ്രയോറിറ്റി നമ്പർ 1 ബംഗാളാണ്, പ്രയോറിറ്റി നമ്പർ 2 ആണ് തമിഴ്നാട് കിടക്കുന്നത്. അപ്പോൾ ബംഗാൾ പിടിച്ചെടുത്തതിന് ശേഷം അടുത്ത ഓപ്പറേഷൻ തമിഴ്നാട്ടിൽ നടക്കുകയായിരിക്കും ചെയ്യുക. അപ്പോൾ തമിഴ്നാട്ടിൽ
ബി ജെ പിക്ക് എന്തെങ്കിലും ഒരു ഫോർച്യൂൺ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ വെസ്റ്റ് ബംഗാളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പൊളിറ്റിക്കലി TMCനെയാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് ഇതിനെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് കൂടെ അതിൽ പ്രധാന ഘടകമായിരിക്കും. യെസ്, രാജ്യം ഉറ്റുനോക്കുകയാണ് തമിഴ്നാട്ടിലെയും പശ്ചിമ ബംഗാളിലെയും തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ കുറിച്ച്. ഈ ഉയർന്ന പോളിംഗ് അവിടുത്തെ പോരാട്ട ചൂടിനെയാണോ കാണിക്കുന്നത്, അതോ മറ്റെന്തെങ്കിലും കളികൾ അതിന് പിന്നിലുണ്ടോ എന്നുള്ള സംശയവും ബാക്കിയാവുന്നു.